പ്രിയരെ, ഇന്ന് ഡിസംബർ 8 പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ അമലോത്ഭവ തിരുനാൾ. എന്താണ് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ അമലോത്ഭവ തിരുനാൾ? യേശുക്രിസ്തുവിൻ്റെ അമ്മയായ പരിശുദ്ധ കന്യക ആദ്യ പാപം കൂടാതെ ഗർഭം ധരിച്ചതായി അംഗീകരിച്ചതുകൊണ്ട് ഡിസംബർ 8 ആഘോഷിക്കുന്ന ഒരു പ്രധാന ക്രൈസ്തവ ആഘോഷമാണ്. 1854 വിശുദ്ധ പിയൂസ് 9 മാർപ്പാപ്പയാണ് ഈ വിശ്വാസ പ്രമാണം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. എന്താണ് അമലോത്ഭവ? പരിശുദ്ധ കന്യക ഗർഭം ധരിച്ച നിമിഷം മുതൽ തന്നെ ആദ്യ പാപത്തിന്റെ കളങ്കമില്ലാത്ത ദൈവം തിരഞ്ഞെടുത്തവളാണെന്ന് ഈ വിശ്വാസം ഏറ്റുപറയുന്നു. എല്ലാവർക്കും പരിശുദ്ധ കന്യകാമറിയത്തിന്റെ അമലോത്ഭവ തിരുനാളിന്റെ മംഗളങ്ങൾ നേരുന്നു. മത്തായി 22 അധ്യായം 41 മുതൽ 46 വരെയുള്ള വാക്യങ്ങളിൽ യേശു ഫരിസേയരോട് ഒരു ചോദ്യമാണ് ചോദിക്കുന്നത്. ക്രിസ്തു ആരുടെ പുത്രൻ? അവർ പറയുന്നു, ദാവീദിന്റെ പുത്രൻ. പക്ഷേ യേശു അവരെ ആഴമുള്ള സത്യത്തിലേക്കാണ് നയിക്കുന്നത്. ദാവീദ് തന്നെയാണ് മെസ്സിയാവിനെ എൻ്റെ കർത്താവെന്ന് വിളിക്കുന്നത്. അതിനാൽ ക്രിസ്തു വെറും ഒരു രാജവംശത്തിലെ ഒരു പുത്രൻ മാത്രമല്ല, ദൈവത്തിന്റെ പുത്രൻ, ലോകത്തെ രക്ഷിക്കാൻ വന്ന നിത്യകർത്താവാണ്. ക്രിസ്തുമസ് നമ്മെ പഠിപ്പിക്കുന്നത് ഇത് തന്നെയാണ്. ബത്ലഹേമിൽ ജനിച്ച ആ കുഞ്ഞ് പാവപ്പെട്ടൊരു ഗോശാലയിൽ വന്നെങ്കിലും അവൻ ദൈവത്തിന്റെ വാഗ്ദാനമായിരുന്നു. നമ്മുടെ ഇരുട്ടിലേക്കുള്ള പ്രകാശം, നമ്മുടെ ഹൃദയങ്ങളിലേക്കുള്ള സമാധാനം. ഈ ക്രിസ്തുമസിൽ നാം യേശുവിനെ ചരിത്രത്തിലെ ഒരാളായി മാത്രമല്ല, ജീവിതത്തിന്റെ കർത്താവായി സ്വീകരിക്കട്ടെ. ലോകമെമ്പാടുമുള്ള ക്രിസ്ത്യാനികൾക്കും ഇതൊരു പ്രധാന ആഘോഷമാണ്. കുടുംബാംഗങ്ങളെയും സുഹൃത്തുക്കളെയും ഒരുമിപ്പിക്കുവാനും ബന്ധങ്ങൾ പുതുക്കുവാനും ഈ ദിവസം നമ്മെ സഹായിക്കുന്നു. ദയ, ദാനധർമ്മം, സന്നദ്ധ പ്രവർത്തനം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു അവസരമായും ഇത് കണക്കാക്കപ്പെടുന്നു. അതിനാൽ ദൈവത്തിന്റെ സമാധാനവും സന്തോഷവും നിങ്ങളുടെ എല്ലാവരുടെയും വീടുകളിൽ നിറയട്ടെ. എല്ലാവർക്കും ക്രിസ്തുമസ് പുതുവത്സര ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു.